മറിയത്തിന് മനസ്സിലാവാത്ത ഒരു തിയോളജി അവിടെ നിന്ന് ഒരമ്മയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വാക്യം ഈശോ പറയുന്നുണ്ട്. ആ വാക്യം ഇതാണ്: എനിക്ക് ദാഹിക്കുന്നു. വചനം വായിച്ച ധ്യാനം കൂടിയ നമുക്ക് ചിലപ്പോൾ പറയാം, ഇതാ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, പാപികൾക്ക് വേണ്ടിയുള്ള ദാഹം. പക്ഷെ മകൻ പ്രാണവായുവിന് വേണ്ടി കിടന്ന് കെഞ്ചുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്നൊരു മകൻ കുരിശെ കിടന്ന് പറയുമ്പോൾ താഴെ നിന്ന് ചങ്ക് പൊട്ടുന്ന ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഇത്രയേ ഉള്ളൂ. ചാകാൻ കിടക്കുന്ന എൻ്റെ മകന് അവസാനം ഒരു തുള്ളി വെള്ളം കോരി കൊടുക്കാൻ പോലും പറ്റാത്ത ഒരമ്മ. നമ്മൾ അനുഭവിച്ചതാണോ സഹനം? നമ്മൾ അനുഭവിച്ചാണോ വ്യാകുലം? മരിക്കാൻ കിടക്കുന്ന കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു അമ്മയുടെ സഹനം. ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ? ആ വ്യാകുലങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായ ഒരു അമ്മയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും വ്യാകുലങ്ങൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ ഇന്ന് രാത്രി ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കടന്നുപോകുന്ന തീപ്പൊള്ളുന്ന അനുഭവങ്ങൾ അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവണോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വ്യാകുലത്തിന്റെ ക്ലൈമാക്സിലാണ് പിയാത്ത രൂപം നമ്മൾ കാണുക. ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ മടിയിലെടുത്ത് കിടക്കാണ്. നമ്മൾ ആരും അങ്ങനെ കിടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. അടികൊണ്ട് മരിച്ച ഒരു കുഞ്ഞിനെ മടിയിൽ കിടത്ത് നിൽക്കുന്ന ഒരു അമ്മ. ഈ കുഞ്ഞിനെയാണ് 10-33 വർഷം മുമ്പ് കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ചത്, നെഞ്ചോട് ചേർത്ത് പിടിച്ചത്.